മിഥുൻ, രാഹുൽ ഗാന്ധി അതൊരു ഗാന്ധി കുടുംബത്തിലെ ഒരു പ്രതിനിധിയല്ല, കോൺഗ്രസിന്റെ ഒരു നേതാവ് അല്ല, അതിലുപരി അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവാണ്. അപ്പോൾ ഒരു പ്രതിപക്ഷ നേതാവ് കൃത്യമായ തെളിവുകളോടുകൂടി വന്ന് ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയപരമായി അതിനെ നേരിടാം. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചാനൽ ചർച്ചകളിൽ വന്നിരിക്കുന്ന BJP-ക്കാർക്ക് എതിർക്കുന്നതിന് വേണ്ടിയിട്ട് കോൺഗ്രസ്സുകാരോട് പൊരുതി ജയിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കാം. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബൂത്തിലുണ്ടായിരുന്ന കോൺഗ്രസ് പ്രവർത്തകർ ഉറങ്ങുകയായിരുന്നു, അവർക്ക് ഇത്രയും നാൾ അതിനെപ്പറ്റി ചോദിക്കാനില്ലേ എന്നൊക്കെ ചോദിക്കാം. അത് രാഷ്ട്രീയപരമായി മാത്രം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. പക്ഷേ ഈ ചോദ്യത്തിന് മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന ആ ജനാധിപത്യത്തിന്റെ കാവലാളായ ആ ഒരു സംവിധാനം മറുപടി പറയുമ്പോൾ ഇത്ര ബാലിശമായിട്ടൊരു മറുപടിയാണ് അവരും പറഞ്ഞിരിക്കുന്നത്. അവിടെ നിന്നും ഉണ്ടായിട്ടുള്ള റെസ്പോൺസ് ഇങ്ങനെയാണ്. അപ്പോൾ നേരത്തെ തന്നെ ഇദ്ദേഹത്തിന്റെ 2 വാർത്താ സമ്മേളനങ്ങൾക്കും സമാന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് അവിടെ നിന്നുണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് ശരിക്കു പറഞ്ഞാൽ തികച്ചും ലജ്ജാകരമല്ലേ? ഇന്ത്യൻ ജനാധിപത്യത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലല്ലേ ആ ഒരു പ്രതികരണം എന്ന് പറയുന്നത്. നിങ്ങൾ ഇത്രയും നാൾ എന്തുകൊണ്ട് ഇത് ചോദിച്ചില്ല? അതായത് ഒരു പീഡന പരാതി ഒരു പെൺകുട്ടി കുറേ നാൾ ട്രോമയിലൊക്കെ ആയിരുന്നിട്ട് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പറയുമ്പോൾ ഇത്രയും നാളും പറയാതിരുന്നിട്ട് ഇപ്പോഴെന്തിനാണ് ആ പീഡന കഥ പറഞ്ഞു എന്ന് മീട്ടു ആരോപണങ്ങൾ വന്നപ്പോൾ പലരും ചോദിച്ചു. അതുപോലെയുള്ളൊരു ചോദ്യം മാത്രമല്ലേ ഇപ്പോൾ? അതെ, രാഹുൽ ഗാന്ധി കഴിഞ്ഞ 3 വാർത്താ സമ്മേളനങ്ങളിലായിട്ട് നമുക്കറിയാം, ഇന്നലെ നടന്നത് 3ാമത്തെ വാർത്താ സമ്മേളനമാണ്. അപ്പോൾ ഈ കഴിഞ്ഞ 3 വാർത്താ സമ്മേളനങ്ങളുമായിട്ട് ഇന്ത്യ എന്ന് പറയുന്ന ഏറ്റവും വലിയ ജനാധിപത്യ സംവിധാനത്തിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അത് ലോകം തന്നെ അംഗീകരിച്ചതാണ്. അങ്ങേയറ്റം സുതാര്യമായ ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനമാണ്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ലോകം തന്നെ അംഗീകരിക്കുകയാണ്, ആദരിക്കപ്പെടുന്ന ഒരു ഭരണഘടനാ സംവിധാനമാണത്. ആ ഭരണഘടനാ സംവിധാനത്തിനകത്തുള്ള പുഴുക്കുത്ത് അല്ലെങ്കിൽ ആ ഭരണഘടനാ സംവിധാനം കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തിൽ ചെയ്യുന്ന തട്ടിപ്പുകൾ, ക്രമക്കേടുകൾ എന്ത് എന്നുള്ളത് അക്കമിട്ട് തെളിവുകൾ സഹിതം നിരത്തുകയാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ 3 വാർത്താ സമ്മേളനങ്ങളിലും ചെയ്തിട്ടുള്ളത്. ആ 3 വാർത്താ സമ്മേളനങ്ങളിൽ ഒരുപക്ഷെ ചില സാങ്കേതികമായ ചില തെറ്റുകളൊക്കെ രാഹുൽ ഗാന്ധിക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അത് പറയുന്നതിനിടയ്ക്ക് ഒരു പക്ഷേ ചില എററൊക്കെ വന്നിരിക്കാം. അതൊക്കെ ചൂണ്ടിപ്പിടിച്ചുകൊണ്ടാണ് ഈ പറയുന്ന BJP ഉൾപ്പെടെയുള്ള പാർട്ടികൾ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇന്നലെ തന്നെ അവര് ഈ പറഞ്ഞ അതിനകത്ത് BJP-ക്കാർ ചർച്ചകളിലൊക്കെ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു വാദം, രാഹുൽ ഗാന്ധി പറയുന്നതൊക്കെ വലിയ റിസർച്ച് നടത്തി ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ, അതിനകത്ത് രാഹുൽ ഗാന്ധിക്ക് തെറ്റുപറ്റിയെന്നവർ ചൂണ്ടിക്കാട്ടിക്കുന്ന കാര്യം ആ മോഡല്, ബ്രസീൽ മോഡലിന്റെ പേര് രാഹുൽ ഗാന്ധി പറഞ്ഞത് അത് ഏതാണ്, ആ മോഡലിന്റെ പേര് പറയൂ എന്നാണ് അവർ ചോദിക്കുന്നത്. കേട്ടപ്പോ ഞാനും വിചാരിക്കുകയാണ്, ഇതാണോ ഇവിടത്തെ പ്രധാന വിഷയം? അവർക്ക് അതാണ് വിഷയം. എടുക്കുമ്പോൾ അതില് ഈ ഒരു ആളുടെ ചിത്രം ഉപയോഗിച്ച്, അത് ആരും ആയിക്കോട്ടെ, അവരുടെ ഫോട്ടോ ഉപയോഗിച്ച് ഇത്രയധികം പേരുകൾ അതിനകത്തുണ്ട് എന്ന് പറയുമ്പോൾ അത് എങ്ങനെ, ആ എറർ അതിൽ എവിടെ വന്നു, എങ്ങനെ വന്നു, അതിന്റെ കാരണം പറയുന്നതിന്, അത് പരിഹരിക്കുന്നതിന്, അതിന് പരിഹാരം നിർദ്ദേശിക്കുന്നതിന് പകരം ആ മോഡൽ ആരാണ്, അത് ആ പറഞ്ഞ മോഡലിന്റെ ഫോട്ടോ എടുത്ത ഫോട്ടോഗ്രാഫറുടെ പേരാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ആ പേര് മോഡൽ എന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധി അത് പറഞ്ഞു. പക്ഷേ അതൊരു ആ ഫോട്ടോ എന്ന് പറയുന്നത് ഒരു ബ്രസീൽ മോഡൽ. അവരിന്ന് പ്രതികരിച്ചിട്ടുണ്ട്. ഇപ്പോഴും മോഡൽ അല്ല, നേരത്തെ അവർ മോഡലായിരുന്നു, ഇപ്പോഴും വേറെ പ്രൊഫഷണലാണ്. അപ്പോഴ് അതാണ് ഇന്നലെ BJP നേതാക്കളൊക്കെ തന്നെ ഈ ചർച്ചയിൽ ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട ഒരു വാദം എന്ന് പറയുന്നത്. നിങ്ങൾ രാഹുൽ ഗാന്ധിക്ക് അവിടെ തെറ്റുപറ്റിയ മോഡലിന്റെ പേര് പറഞ്ഞത് ശരിയായ രീതിയിലല്ല, അതാണ് അവിടെ തെറ്റ് സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ വിചിത്രമായ അല്ലെങ്കിൽ ഒരു യാതൊരു എന്താ പറയുക ഇതുമില്ലാത്ത വേറൊരു കാര്യം കൂടെ പറയുന്നത്, ഒരു വോട്ട് ചെയ്യാൻ 4 മിനിറ്റ്, 2 വോട്ട് ചെയ്യാൻ 8 മിനിറ്റ്, അങ്ങനെ ഒരു മിനിറ്റ് വെച്ച് കണക്ക് കൂട്ടിയിട്ട് 223 വോട്ട് ചെയ്യാൻ ഇത്ര മിനിറ്റ് അത്രയും ചെയ്യാൻ. അപ്പൊ ഒരു ബൂത്തിൽ അല്ല, ഒരാളൊന്നും അല്ലല്ലോ ചെയ്യുന്നത്, ഒരാളും അല്ല, ഒരു ബൂത്തിൽ ഒന്നും അല്ലല്ലോ ഇത് ചെയ്യുന്നത്. വളരെ ബാലിശമായിട്ടാണ് ഇവർ ഇതിനെ നേരിടുന്നത്. BJP-യും ഔദ്യോഗികമായ പക്ഷം അവർ പോലും അങ്ങനെയാണ് ഇതിനെ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്, ഇത്രയും സീരിയസ് ആയ ഒരു വിഷയത്തെ. തീർച്ചയായിട്ടും. അപ്പോൾ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്ന ആ വിഷയത്തിന്റെ മെറിറ്റിലേക്ക് കടക്കാതെ അദ്ദേഹം പറഞ്ഞ എന്താണ്, ഇത്തരത്തിലുള്ള സംവിധാനം നടക്കുന്നു, തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യമല്ല, ഇത്തരത്തിലുള്ള വലിയ ക്രമക്കേടുകൾ നടക്കുന്നു, ഒരാളുടെ ഫോട്ടോ ഉപയോഗിച്ചുകൊണ്ട് 22 ഇപ്പൊ ഈ പറയുന്ന മോഡലിന്റെ ഫോട്ടോ ഉപയോഗിച്ചുകൊണ്ട് 22 വോട്ടർ ID കാർഡുകളാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇന്ന് രാഹുൽ ഗാന്ധി ഇതിലെ പറഞ്ഞ ഒരു പേരാണ് അതിനകത്ത് സ്വീറ്റി, പല പേരുകളിൽ സ്വീറ്റി, സീത അല്ലെങ്കിൽ സരസ്വതി, അങ്ങനെയുള്ള സുമതി, അങ്ങനെ പല പേരുകളിൽ ഈ ഫോട്ടോ വെച്ചുകൊണ്ട് വോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനകത്ത് സ്വീറ്റി എന്ന് പറയുന്ന ഒരാൾ പറയുന്നുണ്ട്, ഒക്കെ ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട്, എന്റെ ഫോട്ടോ 2012 കിട്ടിയ ID കാർഡ് ഉപയോഗിച്ചാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അന്ന് മുതലേ
ഇതാണോ ഈ ഫോട്ടോയാണ് ഇവർ ഉപയോഗിക്കുന്നത്? അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് പണിയാണ് കഴിഞ്ഞ 2012 ആ വോട്ടർ ID കാർഡ് അതാണെങ്കിൽ ഇപ്പൊ 13 വർഷമായിരിക്കുന്നത്. ഈ 13 വർഷമായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് നടപടിയാണ്, എന്ത് കാര്യങ്ങളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ അത്തരത്തില് അത് ഒരാൾ മാത്രമാണ്, അത്തരത്തിൽ പലരുടെയും മറ്റൊരാളുടെ പേരിൽ എങ്ങാണ്ട് 222 വോട്ടുകൾ വരുന്നു. ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതിന് പകരം, അല്ലെങ്കിൽ അതിനെ അഡ്രസ് ചെയ്യുന്നതിന് പകരം BJPയുടെ നേതാക്കളൊക്കെ തന്നെ ഇന്നലെ ചർച്ചയിൽ വന്നിരുന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വാദം എന്ന് പറയുന്നതാണ് മോഡലിന്റെ പേര് ശരിയായില്ല, മോഡലിന്റെ പേര് രാഹുൽ ഗാന്ധി തെറ്റിച്ചു എന്നാണ്. മറ്റ് മെറിറ്റിലേക്ക് അവർക്ക് കടക്കാൻ അവര് സന്നദ്ധരായിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒപ്പം തന്നെ അവർ പറയുന്ന മറ്റൊരു വിഷയം, രാഹുൽ ഗാന്ധി ഇന്നലെ ഈ ബോംബ് പൊട്ടിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഹൈഡ്രജൻ ബോംബ് എന്ന് പറഞ്ഞ് പൊട്ടിച്ചത്, അത് നിങ്ങൾ BJPക്കാർ പറയുന്നത്, അവതാരകരോടൊക്കെ പറയുന്നത്, നിങ്ങൾ നോക്കൂ, അത് രാഹുൽ ഗാന്ധി ഇതൊരു എന്താ പറയുക മുൻകൂർ ജാമ്യം എടുക്കലാണ്. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് വരികയാണ്, ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം തോറ്റ് തുന്നം പാടുമെന്ന് ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിന് ഒരു മുൻകൂർ ജാമ്യം എന്നുള്ള നിലയിൽ ഇത് കൊണ്ടുവരികയാണ്. ബീഹാറിൽ ആരോ ജയിക്കട്ടെ, തെരഞ്ഞെടുപ്പ് എന്നൊക്കെയാണ് ജയിക്കാൻ നോക്കുക. ബീഹാറിൽ ജയിക്കാൻ തോക്കുന്നുള്ളത് വേറെ വിഷയമാണ്. അത് ഈ തെരഞ്ഞെടുപ്പ്, ഈ ഹരിയാനയിൽ നടന്ന തെരഞ്ഞെടുപ്പ് സംവിധാനത്തിലെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിലെ ക്രമക്കേടിന് മറുപടിയാകുന്നില്ലല്ലോ അവിടുത്തെ കാര്യം പറയുന്നത്. അത്തരത്തില് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലെ 3 വാർത്താ സമ്മേളനങ്ങളിൽ രാഹുൽ ഗാന്ധി നോക്കിക്കഴിഞ്ഞാൽ ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു വാർത്താ സമ്മേളനം നടത്തി, 1.5 മണിക്കൂറുള്ള വാർത്താ സമ്മേളനം നടത്തിയിട്ട് രാഹുൽ ഗാന്ധി ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു വിഷയങ്ങളെയും അഡ്രസ് ചെയ്യാനോ അതിന് മറുപടി കൊടുക്കാനോ അവർ തയ്യാറായില്ല. അവർക്ക് പറയാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾക്ക് മറുപടി എടുത്തുകൊണ്ട് അവർ കൊടുത്തു. അവരെ കുഴയ്ക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചു, അല്ലെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട മർമ്മ പ്രാധാന്യമുള്ള ചോദ്യങ്ങൾ ചോദിച്ച മാധ്യമപ്രവർത്തകരുടെ അവരെ മൈൻഡ് ചെയ്ത് അവഗണിച്ചുകൊണ്ട് നെക്സ്റ്റ് എന്ന് ചോദിച്ചവർ പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ ചെയ്യുന്നത് നമ്മൾ കണ്ടത്. അപ്പോൾ അവർക്ക് ഈ വിഷയത്തിൽ മറുപടി പറയാനില്ല, തങ്ങളുടെ ഭാഗത്ത് പ്രശ്നങ്ങളുണ്ട്, തങ്ങൾ ഇതിനകത്ത് കുറ്റക്കാരാണെന്നുള്ള പൂർണ്ണമായ ബോധ്യം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്, അത് സംസ്ഥാനങ്ങളിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്കുണ്ട്. അതുകൊണ്ട് ഇന്നലെ ഹരിയാനയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞത് ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ച് മറുപടി കൊടുക്കുവാനാണ്. ഇപ്പോൾ സമയം ഇത്രയുമായിരിക്കും, ഇതുവരെ അവർ മറുപടി ഒന്നും കൊടുത്തിട്ടില്ല. എന്തെങ്കിലും ഒരു വിശദീകരണം പോലും, ഒരു വാർത്താക്കുറിപ്പിലൂടെ പോലും വ്യക്തമായ ഒരു വിശദീകരണം പോലും നൽകാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്ന ഈ വിഷയത്തില് വളരെ മർമ്മപ്രധാനം അല്ലെങ്കിൽ വളരെ ഗൗരവമായിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള പല വിഷയങ്ങളുമുണ്ട്. അതൊക്കെ തന്നെ അഡ്രസ് ചെയ്യപ്പെടേണ്ടതാണ്. ഇത്തരത്തിൽ അട്ടിമറി അവിടെ നടന്നിരിക്കുന്നു. ഹരിയാനയിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന പോലെ വലിയ രീതിയിലുള്ള അട്ടിമറി, 25 ലക്ഷം വോട്ടുകൾ ഈ പറയുന്ന പോലെ ബൾക്ക് വോട്ടുകൾ അല്ലെങ്കിൽ എന്താ പറയുക കള്ള വോട്ടുകൾ ഉൾപ്പെടെ 25 ലക്ഷം വോട്ടുകൾ, ആകെ 2 കോടി വോട്ടർമാരാണ് അവിടെ വോട്ട് രേഖപ്പെടുത്തിയത്. അതിനകത്ത് 25 ലക്ഷം ഇത്തരത്തിലുള്ള അനധികൃതമായിട്ട് വോട്ടുകളാണ്, അല്ലെങ്കിൽ കള്ള വോട്ടുകളാണെന്ന് പറയുമ്പോൾ 8-1 വോട്ടുകളും അവിടെ കള്ള വോട്ടുകൾ രേഖപ്പെടുത്തപ്പെട്ടു എന്നുള്ളതാണ്. അത്തരത്തിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ഒരു രീതിയിലേക്ക് ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പോയി എന്ന് രാഹുൽ ഗാന്ധി തെളിവുകൾ നിരത്തി അവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തത്. മാത്രമല്ല ഇപ്പൊ പറഞ്ഞില്ലേ, ബീഹാറിന്റെ തെരഞ്ഞെടുപ്പിന്റെ തലേന്നാകുമ്പോൾ അതൊരു മുൻകൂർ ജാമ്യം എന്ന് ആരോപിക്കുന്നുണ്ടല്ലോ. പക്ഷെ അതിന്റെ എന്തുകൊണ്ടാണ് ഹരിയാന തന്നെ തെരഞ്ഞെടുത്തു എന്നുള്ളതിന്റെ ഉത്തരവും വ്യക്തമാണ്. കാരണം എക്സിറ്റ് പോളുകളും നേരത്തെയുള്ള പ്രവചനങ്ങളും എല്ലാം തന്നെ ഹരിയാനയിൽ കോൺഗ്രസ് ആധിപത്യം സ്ഥാപിക്കുമെന്ന് തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തപ്പോൾ മിഥുൻ പറഞ്ഞിരുന്നു, തുടക്കത്തിൽ പോസ്റ്റൽ വോട്ടുകളൊക്കെ എണ്ണുമ്പോൾ കോൺഗ്രസിന് തന്നെ ആദ്യത്തെ 1.5 മണിക്കൂർ പോസ്റ്റ് വോട്ടുകളല്ല എണ്ണി കഴിയുമ്പോൾ 23 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് മുന്നിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അത് ഒരു ട്രെൻഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. വോട്ടെണ്ണിലെ ട്രെൻഡ് 1.5 മണിക്കൂർ കഴിയുമ്പോൾ ട്രെൻഡ് സെറ്റ് ചെയ്യുകയാണ്. പിന്നീട് അവിടുന്ന് കൂടിപ്പോയൊരു 4-5 സീറ്റുകളുടെ ഒക്കെ ഒരു വ്യത്യാസത്തിൽ 73 എന്നുള്ളത് 65 മാക്സിമം പോയി 65 ഒക്കെ വന്ന് ആ റിസൾട്ട് നിൽക്കേണ്ട ഒരു സാഹചര്യം സാധാരണ നമ്മൾ അങ്ങനെയാണ് കാണുക. പക്ഷെ ഇവിടെ നടന്നത് അങ്ങനെയല്ല, കുത്തനെ അങ്ങ് വീഴുകയാണ് കോൺഗ്രസ്. അവിടെ നിന്ന് ഒരു 1/2 മണിക്കൂർ കൊണ്ട് കോൺഗ്രസിന്റെ 73 നിന്നും 37 വരുന്നു. ആ വോട്ടിംഗ് ശതമാനത്തിലുള്ള ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാലും 0.25% അങ്ങാണ്ടൊരു ഡിഫറൻസ് മാത്രമേ മൊത്തത്തിലുള്ള വോട്ടിംഗ് ശതമാനത്തിലുമുള്ളൂ. അവിടെ ആ ഒരു 0.25% വോട്ടിങ്ങിൽ കൊണ്ട് കുറവ് വന്നതുകൊണ്ട് കോൺഗ്രസിന് നഷ്ടപ്പെട്ടത് 36ഓളം സീറ്റുകളുടെ ഒരു കുറവ് കോൺഗ്രസിന് സംഭവിക്കുന്നത്. അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിന്റെ ഒരു സ്പഷ്ടമായിട്ടുള്ളൊരു വിശദീകരണമാണ് ഇന്നലെ രാഹുൽ ഗാന്ധി നടത്തിയത്. ആദ്യത്തെ ഒരു 8 മണ്ഡലങ്ങൾ അദ്ദേഹം എടുക്കുന്നുണ്ട്. ആ 8 മണ്ഡലങ്ങളിൽ ഒരു ഏറ്റവും കുറഞ്ഞ ഒരു ഭൂരിപക്ഷം BJP കിട്ടിയത് 32 ആണ്. ഏറ്റവും കൂടിയ ഭൂരിപക്ഷം 4200 ആ 8 മണ്ഡലങ്ങൾ തന്നെ ഏതാണ്ട് 22,000 വോട്ടുകളുടെ ഡിഫറൻസിനാണ് കോൺഗ്രസിന് നഷ്ടപ്പെടുന്നത്. മൊത്തത്തിൽ സംസ്ഥാനത്തെ മൊത്തത്തിലുള്ള ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ കോൺഗ്രസും BJPയും തമ്മിലുള്ള വോട്ട് വ്യത്യാസം പറയുന്നത് 1.25 ലക്ഷത്തോളമാണ്. അപ്പോൾ അതൊക്കെ തന്നെ എങ്ങനെ സംഭവിച്ചു? അത് സ്വാഭാവികമായിട്ടും അത്തരത്തിൽ ഇങ്ങനെ 1.25 ലക്ഷം വോട്ടുകൾക്കൊക്കെ ഒരു സംസ്ഥാനത്തെ ഭരണം നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ലത്. അതിന് പിന്നിൽ വലിയ ക്രമക്കേടുകളുണ്ട്. മോഡിഫൈഡ് വോട്ടർ പട്ടിക നിലവിൽ വന്നത് കൊണ്ടാണ് ആ ഇലക്ഷൻ മോഡിഫൈ ചെയ്യപ്പെട്ടത്.
അതിന്റെ ഫലമാണ് ആ തെരഞ്ഞെടുപ്പ്. ഈ ഒരു തട്ടിപ്പ് അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. BJPക്ക് ആണെങ്കിലും അവര് നമുക്കറിയാമല്ലോ, ആ മുഖ്യമന്ത്രി 2 ദിവസം മുൻപ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെ ഇന്നലെ രാഹുൽ ഗാന്ധി ആ വാർത്താ സമ്മേളനത്തിൽ അത് ഇത് ചെയ്യുന്നുണ്ട്, പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പോഴേ അവർക്ക് തന്നെ അറിയാം എങ്ങനെയൊക്കെയാണ് ഈ സംഭവം നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ തങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്നുള്ള കാര്യം പൂർണ്ണമായിട്ടും, അല്ലെങ്കിൽ തങ്ങൾ പ്രതിസ്ഥാനത്താണ് എന്ന് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നന്നായിട്ട് അറിയാം. അവർ ചെയ്യേണ്ട പണി ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ചെയ്യാൻ പാടില്ലാത്ത പല പണികളും അവര് കാലമായിട്ട് സുതാര്യമാക്കേണ്ട പരിപാടികളെല്ലാം അവർ അങ്ങനെ അല്ലാതാക്കി. മോഡിഫിക്കേഷൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മാറ്റേണ്ടി വരും. BJP വൽക്കരണം എന്ന് ആക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. മോഡിഫിക്കേഷൻ തീർച്ചയായിട്ടും.